രാജ്യത്തെ 10 സുന്ദര ഗ്രാമങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗ്രാമമുണ്ട്. അത് നമ്മുടെ പാലക്കാട്ടെ കൊല്ലങ്കോടാണ്. അതെല്ലാവർക്കും അറിയാം. അവിടേക്ക് വലിയ ആൾക്കാരുടെ ഒരു ഒഴുക്കുണ്ട്. എന്നാൽ അതുപോലെ, അതായത് കൊല്ലങ്കോട് പോലെ തന്നെ മറ്റൊരു മനോഹരമായ ഗ്രാമത്തിലേക്കാണ് നമ്മുടെ അടുത്ത യാത്ര. ഒറ്റപ്പാലം വേങ്ങശ്ശേരിയിൽ അവിടെ ഒരുപാട് ടൂറിസം സാധ്യതകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ക്ഷേത്രങ്ങളുണ്ട്, കാവുകളുണ്ട്, കുളങ്ങളുണ്ട്, നെൽപ്പാടങ്ങളുണ്ട്, അങ്ങനെയൊക്കെ നിറഞ്ഞ അതിമനോഹരമായ ഒരു ഗ്രാമം. അതാണ് വേങ്ങശ്ശേരി. ആ കാഴ്ചകളിലേക്കാണ് അവിടെ. റൈഡിംഗ് റിപ്പോർട്ടർ നിങ്ങൾക്കറിയാം, നല്ല മനോഹരമായ സ്ഥലങ്ങൾ, രുചിഭേദങ്ങൾ, വ്യത്യസ്തമായ കാഴ്ചകൾ, ഇതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടിയാണ്. പാലക്കാട് ജില്ലയിലൂടെ റൈഡിംഗ് റിപ്പോർട്ടർ വീണ്ടും സഞ്ചാരം തുടരുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു മനോഹരമായ സ്ഥലം തേടി പോവുകയാണ്. ഒരുപക്ഷെ ഇനിയും കൂടുതൽ സഞ്ചാരികൾ എത്തിച്ചേർന്നിട്ടില്ലാത്ത, പക്ഷെ ഒരുപാട് സഞ്ചാരികളെ അവിടേക്ക് എത്തിക്കാനുള്ള കാഴ്ചാ വൈഭവങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരു ഗ്രാമത്തിലേക്ക്, ഒറ്റപ്പാലത്തിനടുത്ത് വേങ്ങശ്ശേരി എന്ന ഗ്രാമത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ പ്രതിനിധി സുർജിത്ത് അവിടെ കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് അവിടെ ചെന്ന് ആ ഗ്രാമം എന്താണെന്ന് മനസ്സിലാക്കാം. ആ ഗ്രാമത്തിന്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ പറഞ്ഞ വേങ്ങശ്ശേരി എന്ന മനോഹരമായ ആ ഗ്രാമത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു. കൊല്ലങ്കോടിനൊക്കെ സമാനമായ രീതിയിലുള്ള കാഴ്ചാനുഭവം സമ്മാനിക്കുന്ന ഒരുപാട് ദൃശ്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. നമ്മുടെ ഇവിടുത്തെ പ്രാദേശിക പ്രതിനിധി സുർജിത്ത് ഉണ്ട് ഇവിടെ. സുർജിത്താണ് ഇങ്ങനത്തെ ഒരു സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞത്, ഒരു വ്ളോഗ് കാണിച്ചു തന്നതും. അപ്പോൾ എന്തായാലും നല്ല സ്ഥലം സുർജിത്ത്. നമ്മൾ തുടങ്ങിയത് തന്നെ റൈഡിംഗ് റിപ്പോർട്ടർ ഇങ്ങനത്തെ മനോഹരമായ ഒരു സ്ഥലത്തു നിന്നാണ്. ശരിക്കും ഇപ്പോൾ പാലക്കാട് ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് എങ്ങനെയാണ് റൂട്ട് ഇങ്ങോട്ട്? പാലക്കാട് ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഒറ്റപ്പാലത്ത് നിന്ന് അമ്പലപ്പാറയിൽ നിന്നാണ് വേങ്ങശ്ശേരിയിലേക്ക് വരുന്നത്. വേങ്ങശ്ശേരി ഗ്രാമം. ശരിക്കും എനിക്ക് തോന്നുന്നു ഈ കൊല്ലങ്കോടൊന്നും പോലെ അത്ര അങ്ങോട്ട് എക്സ്പോസ്ഡ് ആവാത്തതുകൊണ്ട് ആളുകൾക്ക് അറിയാത്തൊരു സ്ഥലമാണ്. അതെ, അത്രമാത്രം ഫേമസ് ആയിട്ടുള്ള ഒരു ഗ്രാമമല്ല, പക്ഷേ ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്, പ്രേക്ഷകർക്കായിട്ട് കാണിക്കുന്നത്. എൻ്റെ തൊട്ടു പുറകിലായി ഒരു കൊട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പണ്ട് കാലത്ത് നെല്ല് കൊയ്തും മെതിച്ചും ഒക്കെ സംഭരിച്ചിരുന്ന ഒരു സ്ഥലം. അതോടൊപ്പം തന്നെ അവിടെ ഇരിക്കാൻ പറ്റുന്ന ഒരു പാറ. ഈ കൊട്ടിൽ എന്ന് പറയുന്നത് വിരിപ്പ് വിള കൊയ്ത് വെച്ചിരുന്ന, നെല്ല് സൂക്ഷിച്ചിരുന്ന ചെറിയ അറയാണ് ഈ കൊട്ടിൽ. ഇതിനേതാണ്ട് ഒരു 150 വർഷത്തെ പഴക്കമുണ്ടാവും. അതാണ് ഇതിൻ്റെ പ്രാധാന്യം. ഇപ്പം അതൊന്നും ഉപയോഗിക്കണില്ല. ഇപ്പൊക്കെ മെഷീൻ കൊയ്ത്തും കാര്യങ്ങളും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അതൊന്നും ഉപയോഗിക്കണില്ല. ഈ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള വ്ളോഗർ അജിത്തിന്റെ ഒരു വ്ളോഗിലാണ് നമ്മൾ ഈ ഗ്രാമത്തെക്കുറിച്ച് അറിഞ്ഞത്. അജിത്ത് ഇവിടെ തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടേക്ക് വരുന്ന ഒരു സഞ്ചാരിക്ക് കാണാനുണ്ടാവുന്ന കാഴ്ചകൾ? ഇപ്പം നിങ്ങൾ കണ്ട ഈ കൊട്ടിൽ, പിന്നെ കാവുകൾ, കുളങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നെൽപ്പാടങ്ങളും അതുപോലെ ഒക്കെ എല്ലാം കാണാനുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് വിശ്വസിക്കണം എന്നില്ല. പക്ഷേ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാലാണ് ഇത്രയൊക്കെ കാണാനുണ്ടെന്നുള്ള കാര്യം ഒരാളും മനസ്സിലാക്കത്തുള്ളൂ. റൈഡിംഗ് റിപ്പോർട്ടർ ഇന്ന് എത്തി നിൽക്കുന്ന രണ്ടാമത്തെ ലൊക്കേഷനാണിത്. പുതുക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പരിസരം എന്ന് പറയുന്നത് നമുക്ക് വിവരിക്കാൻ പോലും സാധിക്കാത്ത അത്രമേൽ ഗ്രാമഭംഗി നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന് ഒരുപാട് ഐതിഹ്യങ്ങളും സവിശേഷതകളും ഒക്കെ ഉണ്ട്. എന്ന് മാത്രമല്ല, ഈ പരിസരം ക്ഷേത്രത്തിന് നേരെ അഭിമുഖമായ ഒരു ആൽമരം നമുക്ക് കാണാം. വലിയ കുളം കാണാം. അതോടൊപ്പം തന്നെ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങൾ, അതൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇവിടെ എത്തിച്ചേരുന്ന വിശ്വാസികൾ അവരുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഒപ്പം തന്നെ ഇവിടുത്തെ ഭംഗി കൂടി ആസ്വദിക്കാൻ വേണ്ടിയാണ് ഇവിടേക്ക് എത്താറ്. വെള്ളം കൊണ്ട് ചുറ്റിക്കിടക്കുന്ന പ്രദേശമാണ്. പിന്നെ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാലോ, ഇവിടെ പാടങ്ങളാണ്, നെൽകൃഷിയാണ്. ആ സമയത്ത് എല്ലാം ഇവിടെ വെള്ളം ഉണ്ടാവും. അത് പ്രത്യേകം ഒന്നും പറയേണ്ടില്ല നമുക്ക്. വേറെ സ്ഥലത്ത് വേറെ ക്ഷേത്രങ്ങളുണ്ട് അവിടെ വെള്ളമില്ല. കാരണം ഇത് കാണാൻ വേണ്ടി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് സുമാറ്
ഒരു 3000 വർഷത്തിൻ്റെ മുകളിലാണ് പഴക്കം പറയുന്നത്. ഇവിടെ സാധാരണ കമ്മിറ്റി ഉണ്ടാവുമ്പോൾ സാധാരണ കുറ്റിയും പുസ്തകത്ത് പിരിക്കും ആൾക്കാർ. ഇവിടെ നിങ്ങൾ പിരിക്കില്ല. ഞങ്ങൾക്ക് വേണ്ട പൈസ ഇവിടെ കിട്ടും. ഒരാളോട് ചോദിക്കില്ല, ഒരാളെ ബുദ്ധിമുട്ടിക്കില്ല. മറ്റെന്താ ആ കമ്മിറ്റിക്കാർ വരുന്നു, പക്ഷെ ഓടി വിളിക്കുകയാണ്. കാരണം എത്ര ചോദിക്കാമെന്നറിയില്ല. ഇവിടേക്ക് വളരെ ഹാപ്പിയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന കാര്യം പൈസ നോക്കില്ല, എന്തേ കൊടുത്തത് അത് മേടിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകരെയും ഈ നല്ല മണ്ണിലേക്ക്, നല്ല നാട്ടിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമ്മൾ വീണ്ടും വരുന്ന വാരം വരും മറ്റൊരു മനോഹര കാഴ്ചയുമായി. അപ്പോൾ കൊല്ലങ്കോട്ടേക്കുള്ള യാത്ര വഴിയിൽ വേണമെങ്കിൽ വേങ്ങശ്ശേരിയിലേക്കും പോകാം. അവിടെയും നല്ല മനോഹരമായ ഭംഗി നിറഞ്ഞ ഒരുപാട് കാഴ്ചകളുണ്ട്. ഇപ്പോൾ ഗ്രാമഭംഗി അല്ലെങ്കിൽ ഗ്രാമം ആസ്വദിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കണ്ണും മൂട്ടി പോകാൻ സ്ഥലമാണ് പാലക്കാട് വേങ്ങശ്ശേരി എന്ന് മനസ്സിലായി കാണുന്ന കാഴ്ചകളിൽ നിന്നും